ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ല മഴയാണല്ലേ. കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെ മഴയുണ്ടോ എന്നറിയില്ല. ഞാൻ എറണാകുളത്താണ്. ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വയറിന് സുഖമില്ലാതെയൊക്കെ കുട്ടികൾ ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുമൊക്കെ. പനിയും ചുമയൊന്നും അധികം കണ്ടില്ല. കൂടുതൽ കാണുന്നൊരു കംപ്ലൈൻറ്റ് ഇതാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണം. ഞാനിപ്പോൾ വന്നത് ഇന്നലെ, അതായത് 29/5/24 എറണാകുളം, അതായത് കലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള ബ്ലോക്കിനെ പറ്റി ഒന്ന് പറയാനാണ്. ഞാൻ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട്, ശരിക്കും ഞാൻ 6:19 ബസ്സിനാണ് ദേശാഭിമാനിയിൽ നിന്ന് എല്ലാ ദിവസവും പോവാറ്. ഞാൻ അവിടെ നിന്നിട്ട് ഒരു കുറേ ടൈം നോക്കിയിട്ടും ബസ്സൊന്നും വരുന്നില്ല. എൻ്റെ ബസ് വരുന്നില്ല, കാരണം ഭയങ്കര റഷാണ്. ഒരു 7:05 കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബസ് വന്നത്. അവിടെ തന്നെ കുറേ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആംബുലൻസൊക്കെ 2-3 വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആംബുലൻസ് വന്നിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റണില്ല. കുറേ നേരം, അത് പേഷ്യൻറ്റിനെ കൊണ്ട് പോകുന്നതാണെന്ന് ആലോചിക്കണം. അത്രയ്ക്ക് റഷാണ് ഉണ്ടായിരുന്നത്. എടപ്പള്ളിയിൽ വെള്ളം കയറിയത് കൊണ്ടാണ് അങ്ങനെ റഷ് വന്നത്. കാര്യം, എറണാകുളം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടവും സന്തോഷമൊക്കെ തരുന്ന സ്ഥലമാണ്. നമ്മളുടെ വ്യാവസായിക തലസ്ഥാനമാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാറുമുണ്ട്. അതൊക്കെ സംബന്ധിച്ചേ മതിയാകുള്ളൂ. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ തീർന്നു, പവനായി ശവമായി എന്നൊക്കെ പറയില്ലേ, അതേ ഫീലിങ്സാണ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിലൊക്കെ ഫുൾ വെള്ളമാണ്. ബസ്സിന് പോകാൻ പറ്റുന്നില്ല, നമുക്ക് സമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ല. ഞാൻ 6 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്ന് കയറിയത് 10:20 വരാപ്പുഴയാണ് എൻ്റെ വീട്. ഞാൻ ഇവിടുന്ന് ഒരു എടപ്പള്ളി വരെ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കുള്ളൂ. എടപ്പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ കലൂരിൽ നിന്ന് ഒരു വക ബസ്സൊക്കെ, അതായത് ആലുവയ്ക്ക് പോകുന്ന ബസ്, വയറ്റിലേക്ക് പോകുന്ന ബസ്, കാക്കനാടോട്ട് പോകുന്നത് എല്ലാം നമ്മളുടെ ഈ റൂട്ടാണ് വരുന്നത്. കുറച്ച് ബസ്സൊക്കെ പാലാരിവട്ടത്തുനിന്ന് തിരിഞ്ഞങ്ങ് പോകും. എന്നിരുന്നാലും ഈ പാലാരിവട്ടം വരെ ദേശാഭിമാനി റോഡിൽ നിന്ന് എത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. ഒത്തിരി ടൈം എടുത്തു. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. എറണാകുളത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന, അതായത് ഈ ഭാഗത്തുള്ള എറണാകുളത്തെ ഓൾമോസ്റ്റ് സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. പക്ഷെ ഞാൻ താമസിക്കുന്നത്, ഞാൻ ഡെയിലി പോകുന്ന എൻ്റെ വഴിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ദിവസത്തെ ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അധികാരികളൊക്കെ ഇതൊന്ന് കാണണം. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മഴയൊക്കെ വരുമ്പം ഇവിടെ ഈ വെള്ളമൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ തിരിച്ചു വിടാനോ ഒക്കെയുള്ള നല്ല ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം. ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ഇതൊരു റിക്വസ്റ്റായിട്ടും കൂടെ കാണണം. എന്നാൽ വീഡിയോ കണ്ടു നോക്കാം.
പുളിക്കൽ ബസ്സിനാണ് ദേശാഭിമാനിയിൽ നിന്ന് വരാപ്പുഴയ്ക്ക് പോയത്. വരാപ്പുഴ ശരിക്കും 9:52 ആയപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മൾ. അവിടെ എത്തിയാലും പിന്നെ എനിക്ക് അവിടുന്ന് കുറച്ചും കൂടെ നടന്നിട്ട് വേണം. എൻ്റെ വീട് ചെട്ടിഭാഗം ചിറക്കകത്താണ്. അപ്പോൾ രാത്രിയാണ്, ഓട്ടോറിക്ഷ ഒന്നും കിട്ടത്തില്ല. സാധാരണ ഉണ്ടാവും, പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടായിരുന്നത്. നടന്ന വീട്ടിലോട്ട് പോയത്. പോകുന്ന വഴിക്കൊക്കെ വെള്ളമൊക്കെ ആയിരുന്നു. ഞാൻ പറയാൻ വന്ന കാര്യം, ഞങ്ങൾ ബസ്സിലെ ഡ്രൈവർ 3-4 കുപ്പി വെള്ളമൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു 2-3 മണിക്കൂറായില്ലേ ബസ്സിലിരിക്കുന്നത്, കലൂരിൽ നിന്നൊക്കെ കയറിയ ആൾക്കാരുണ്ടല്ലോ, കലൂരിൽ നിന്ന് ബസ് ഫുള്ളായിട്ടാണ് വരിക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുറച്ച് നേരം എണീറ്റിട്ടാണ് നിൽക്കുന്നവർക്കൊക്കെ ഇരിക്കാൻ സീറ്റൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ വെള്ളമൊക്കെ നമുക്ക് തന്നു. ആ ഡ്രൈവർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ബിഗ് സല്യൂട്ട്. അങ്ങനെയൊന്നും ആരും ചെയ്യാത്ത കാര്യം. എന്നാലും എന്തായാലും ബ്രോ സന്തോഷമുണ്ട് അങ്ങനെ ചെയ്തതിൽ. കുറേ പേരൊക്കെ ബസ്സിൽ നിന്ന് മടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി മെല്ലെ നടക്കാം, നടന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്താം. അങ്ങനെ കുറേ പേര് നടക്കുകയും ഒക്കെ ചെയ്തു. പാതിരാത്രി ആയപ്പോൾ ഇത്രയും വലിയ സിറ്റിയിൽ ആൾക്കാരും തന്നെ നടന്നു പോകുന്നതൊക്കെ ഒരു അവസ്ഥയെ വല്ലാത്ത കഷ്ടം തന്നെ. വരും വർഷങ്ങളിലൊക്കെ ഈ ബുദ്ധിമുട്ടും ദുരിതമൊക്കെ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി അധികാരികളൊക്കെ നല്ല നല്ല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുമെന്ന് വിചാരിക്കും. ബൈ.